7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. മൃതദേഹം വീപ്പയ്ക്കുള്ളിൽ. പ്രതിയുടെ മൃതദേഹം പിന്നീട് കുളത്തിൽ പൊങ്ങി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. അന്നമയ ജില്ലയിലെ മദനപ്പള്ളി നീരുകാട്ടുവാരപ്പള്ളിയിൽ ആണ് 7 വയസ്സുകാരി ബലാത്സംഗത്തിനിരയാവുന്നതും കൊല്ലപ്പെടുന്നതും. അയൽവാസിയാണ് ആ യുവാവ്. 30 വയസ്സുകാരനായിട്ടുള്ള കുലവർദ്ധൻ എന്നാണ് അയാളുടെ പേര്. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം വെള്ളം നിറച്ചു വെച്ചിരുന്ന വീപ്പയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. തിങ്കളാഴ്ച 2ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് അന്നാണ്. എത്ര തിരഞ്ഞിട്ടും എത്ര അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടി കുടുംബം പോലീസിൽ പരാതിയുമായെത്തി. അതിനുശേഷം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പോലീസ് നഗരം മുഴുവൻ തെരച്ചിൽ നടത്തി. പ്രതിയുടെ വീട്ടിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നാണ് അവളുടെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തുന്നത്. മദ്യത്തിനടിമയാണ് ആ പ്രതി കുലവർദ്ധൻ. ആ പെൺകുട്ടിയെ, ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം രാത്രി മുഴുവനും ഇയാൾ താമസിച്ചിരുന്ന ആ മുറിയിൽ സൂക്ഷിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഈ സംഭവത്തെ തുടർന്ന് ആ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാർ ഒന്നടങ്കം ഒത്തുകൂടി വലിയ തോതിൽ ആ പ്രതിയുടെ വീട്ടിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ദേശീയപാതയടക്കം മണിക്കൂറുകളോളം ആ നാട്ടുകാർ ഉപരോധിച്ചു. അങ്ങനെയാണ് പ്രതിഷേധം. അതേസമയം ഈ പ്രതി കുൽവർദ്ധന്റെ മൃതദേഹം പിന്നീട് ഒരു കുളത്തിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ആ വീടിന് കുറച്ചു ദൂരെ കൂരബലക്കോട്ടയിലെ കനസാനി വാരപ്പള്ളിയിൽ അവിടെ ഒരു കുളം. ആ കുളത്തിലാണ് മരിച്ച നിലയിൽ ഈ പ്രതിയെ കുലവർദ്ധനെ കണ്ടെത്തുന്നത്. ആ മൃതദേഹം പരിശോധിക്കുമ്പോൾ അതിന്റെ മുഖത്ത് ചോരയുണ്ട്, പരിക്കുകളുണ്ട്. ബലമായി 2 കൈകളും ഉയർത്തിപ്പിടിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു. അതൊരു ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനമില്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ല. ആ മൃതദേഹത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് ഈ കുലവർദ്ധൻ എന്ന പ്രതിയുടെ മരണത്തിന് കാരണമെന്ന വ്യക്തത വരൂ. ധടലും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കുലവർദ്ധൻ. ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് വീപ്പയിലിട്ട് മുക്കിക്കൊന്ന ശേഷം ആ കുളത്തിൽ ആ മൃതദേഹം പൊങ്ങുന്നു. ഒരുപക്ഷെ വളരെ കോപിഷ്ഠരായിരുന്ന നാട്ടുകാരുടെ മുന്നിൽ പെട്ട് അവിടെ ഒരു നാട്ടുകാരുടെ മർദ്ദനത്തിൽ ഉണ്ടായ മരണമാണോ എന്നുള്ളത് പോലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു ആലോചനയും പോലീസിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോയ ഒരച്ഛനെ മകൻ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചുകൊന്നു. കൊലപാതകം അത് സ്വത്ത് തർക്കത്തെ തുടർന്ന്. പ്രതിയെ കണ്ടെത്താൻ വ്യാപക അന്വേഷണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.